ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ ശേഷം നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴാണെങ്കിലും പത്രം വായിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫേഴ്സ് ഇത് കൊടുക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ്റെ ഇത് കൂട്ടുന്നു, എമൗണ്ട് കൂട്ടുന്നു, അല്ലെങ്കിൽ അത് സൗജന്യമായിട്ട് തരുന്നു, യാത്ര സൗജന്യമായിട്ട് തരുന്നു. ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ ഓഫേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് ഇപ്പം തന്നെ ഇപ്പം ഞാൻ ഒരു IVF എനിക്ക് അറസ്റ്റുണ്ട്, അതിന് ആൾക്കാരെ കൂട്ടുന്നത് എങ്ങനെയാണ്? ഇത് സൗജന്യമായിട്ട് കൊടുക്കുന്നു, സ്കാൻ സൗജന്യം, സെമൻ അനാലിസിസ് സൗജന്യം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായി വരാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾ. ആ കുട്ടികളിൽ നിങ്ങൾക്കൊരു തോട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യം എടുത്ത് ജീവിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒരാൾക്ക് സൗജന്യം കൊടുക്കാവുന്ന രീതിയിൽ ഉയരാനും വളരാനുമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നല്ലപോലെ ആയ കാലത്ത് നല്ലപോലെ അധ്വാനിച്ച് നല്ലപോലെ കാശുണ്ടാക്കി നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ റിട്ടയർ ലൈഫിൽ എനിക്ക് ആ ഒരു ചെറിയ തുകയുടെ ആവശ്യം വരത്തില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എസൻസ്. നമ്മൾ ആ ചെറിയ പ്രായം തൊട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, മക്കളെ നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണുള്ളത്. നിങ്ങൾക്കൊരു 10, 50 അല്ലെങ്കിൽ 60, 70 വയസ്സ് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനുള്ള ആയുസ്. ആ ഒരു 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സിൽ അത്രയും നമുക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ മാക്സിമം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എത്ര അധ്വാനിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ആ ഇഷ്ടങ്ങളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, വർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, മണി ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇഷ്ടങ്ങളിൽ നിങ്ങൾ ഇത് മൂന്നും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് മാറുകയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫ്രീബീസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ വരികയും നിങ്ങൾ തന്നെ ബാക്കിയുള്ളവർക്ക് സൗജന്യം കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സാണ് മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടത്, നമ്മളുടെ എല്ലാവർക്കും വേണ്ടത്, എല്ലാ കുടുംബത്തിലും വേണ്ടത്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. കുടുംബത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് ആ കുടുംബം കുറച്ചും കൂടെ അഭിവൃദ്ധിയപ്പെടും. ആ കുടുംബം കുറച്ചും കൂടെ നന്നാവുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവൻ സ്പെൻഡ് ചെയ്യുന്ന സാമ്പത്തികം കൂടും. ആ നാട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരും. അല്ലാതെ നമുക്ക് കിട്ടുന്ന ടാക്സിൽ നിന്നും നമ്മൾ കടമെടുക്കുന്ന ഇതിൽ നിന്നും ഒക്കെ നമ്മൾ സൗജന്യം കൊടുക്കാൻ നിൽക്കുമ്പോൾ ആളുകൾ കുറച്ചും കൂടെ മടിയന്മാരാവുക ചെയ്യുന്നത് അല്ലേ? അവർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വീട്ടിൽ ഇരുന്നാൽ പോലെ എനിക്ക് കാശ് കിട്ടത്തില്ല. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത തലമുറയെ വളർത്തുമ്പോൾ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോഴത്തെ അപ്പോഴായിരിക്കും ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുന്നത്. അതൊരു കുടുംബം മാത്രമല്ല, ഒരു നാട് തന്നെ അടുത്ത തലങ്ങളിലേക്ക്, അടുത്ത ആ ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് ആവട്ടെ അടുത്ത തലമുറയ്ക്ക് വരുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.